ഹായ് അളിയന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം എ വ്ളോഗിസ്റ്റ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനുവരിയിൽ പോയി ഒരു കാശ്മീർ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിന് കൊണ്ടുവന്ന എസെൻഷ്യൽ ഐറ്റംസ് ഒരുപാട് വലിച്ചു നീട്ടാതെ തന്നെ കോമ്പാക്റ്റ് ആയിട്ട് വീഡിയോയിൽ ഞാൻ പറയാം. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഇടേണ്ടി വരും. കാരണം നമുക്ക് നിങ്ങളുടെ ടൈമിന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് ആകെ ഒരു ജിഗിൾ മഗിളായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെയാണ് അവിടെ കൊണ്ടുപോയിട്ട് വസ്ത്രങ്ങൾ ഏതൊക്കെ തരത്തിൽ വേണം എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മൾ ഏതൊരു വിൻ്റർ വെതർ കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ട എന്താണ്, മോയ്സ്ചറൈസേഴ്സ് വേണം. ഓക്കെ, കുറച്ച് പിൽസ് വേണം. അതായത് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതേപോലെ മഞ്ഞ് പൊഴിച്ചിലോ കാര്യങ്ങളോ ഒരു സ്ഥലത്തും അല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി അതുമായിട്ടൊന്ന് അഡാപ്റ്റായിട്ട് വരാം, അതുമായിട്ടൊന്ന് ഒത്തുപോയി വരാൻ തന്നെ കുറച്ച് നേരം എടുക്കും. പെട്ടെന്നൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പിൽസുകൾ, ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾസ് കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള പിൽസുകളും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും. അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് വേണം, പാക്ക് ചെയ്ത് ഇതൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് സഞ്ചിയിലാക്കി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകത്തക്ക കോമ്പാക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മേടിച്ച് വെച്ച ഐറ്റംസാണ് നമ്മുടെ ഈ വാഷ് ബാഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, നമ്മുടെ മീഷോയിലും കാര്യങ്ങളിലൊക്കെ എപ്പോൾ കയറി നോക്കിയാൽ ആദ്യം വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന രീതി വന്ന് കിടക്കുന്ന ആളാണിത്, വാഷ് ബാഗ്. അതിൻ്റെ 3 ഞാൻ മേടിച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലുതിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുപോയത് 2 ട്രോളി ബാഗ്സും അതിൻ്റെ കൂടെ 2 ബാക്ക് പാക്കുമാണ്. അതായത് ഹസ്ബൻഡ് ഞാനും ഓരോരോ ട്രോളി ബാഗ് വീതിച്ചെടുത്തു, ഓരോ ബാക്ക് പാക്ക് നമ്മളെടുത്തു. പിന്നെ നമ്മൾ ക്രോസ് ബോഡി ബാഗ്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ക്രോസ് ബോഡി ബാഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോസ് ബോഡി ബാഗ്, സ്ലിംഗ് ബാഗോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമ്മൾ ബാക്ക് പാക്ക് അല്ലാതെ നമ്മുടെ ഈ ഐറ്റംസ് വെക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുപോയത്. സ്ലിംഗ് ബാഗിൽ ക്യാമറ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 3 വാഷ് ബാഗ് കൊണ്ടുപോയത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ ഇന്നർ വെയേഴ്സ്, ബ്രീഫ്സ് കാര്യങ്ങൾ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡയപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടത്തിൽ നിന്ന് ഇത് എക്സ്ട്രാ കയ്യിൽ കരുതിയിരുന്നാൽ മതി. ഒരു ഹാൻഡിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതാ ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അതായത് അത്യാവശ്യം വെള്ളം കാര്യങ്ങൾ എന്തെങ്കിലും പറ്റും, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ തിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ 2 ബാഗ്സാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുപോയത് ടോയ്ലറ്ററി ഐറ്റംസ് ആണ്. ടോയ്ലറ്ററി ഐറ്റംസ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് സാനിറ്ററി പാഡ് വേണമെങ്കിൽ സാനിറ്ററി പാഡ് കൊണ്ടുപോവുക, അതേപോലെ നിങ്ങളുടെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ് മുതലായ കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇനി പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളുക, ബ്രഷ്, പേസ്റ്റ് മുതലായവ കൊണ്ടുപോകുമ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള കുഞ്ഞ് ഐറ്റംസ് കൊണ്ടുപോകുന്നത്. അതാ ഞാൻ കൊണ്ടുപോയത് കോൾഗേറ്റിൻ്റെ ഈ ഐറ്റമാണ് ഞാൻ കൊണ്ടുപോയത്. ഇതിൻ്റെ നിന്ന് ചെറുത് കിട്ടും നാട്ടിൽ 10 രൂപയ്ക്ക് ഇത്രയുള്ള പേസ്റ്റ് കിട്ടും. അതിവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് 10 രൂപയ്ക്ക് ഇല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു. പക്ഷേ പുള്ളിയുടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇത് ഞാൻ കാശ്മീർ ട്രിപ്പിന് വേണ്ടി മേടിച്ചല്ലോ. ഇതിന് തൊട്ട് മുന്നേ ഞാൻ ലോണാവാല പോയിരുന്നു. അപ്പം ലോണാവാല മുംബൈയിലുള്ളൊരു സ്ഥലമാണ്, അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷെ നമ്മൾ പോയ കാലാവസ്ഥ ശരിയല്ലേ. അതുകൊണ്ട് അതിമനോഹരമായിട്ട് എന്താ പറയുക, കുറച്ചൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി, എല്ലാം ഫീൽ ചെയ്യാൻ പറ്റിയില്ല, പോട്ടെ. അപ്പോൾ എന്തായാലും അപ്പം ഇതിൻ്റെ ചെറുത് കിട്ടും, അത് മേടിക്കാം. അപ്പോൾ അതിനെക്കാട്ടിയും വലുത്, അതായത് വീട്ടിൽ കിടക്കുന്ന യമണ്ട പേസ്റ്റുകളൊന്നും കൊണ്ടുപോകരുത്. മാക്സിമം ലഗേജ്. കാരണം നിങ്ങൾ കാശ്മീർ യാത്രയെന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ നിന്നായാലും, ഇപ്പോൾ ഞാൻ മുംബൈയിൽ നിന്നാണ് പോയത്. മുംബൈയിൽ ടു ഡൽഹി ടു ശ്രീനഗറാണ് പോയത്. ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ നിന്ന് കോമ്പാക്റ്റ് ആക്കുക. കാരണം നിങ്ങൾ തന്നെയാണ് ഇത് തിരിച്ച് ചമക്കാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ സോപ്പ്. നിങ്ങളുടെ കയ്യിൽ ഷവർ ജെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ജെല്ല് കൊണ്ടുപോകും. അതൊരു റീഫിൽ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക്. ഞാൻ കറക്റ്റ് വീഡിയോ എടുത്ത് വെക്കുമ്പോഴത്തേക്കും കുറേ അലവലാതി കിളികളിവിടെ ഒരു പാവമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ചുട്ട് തിന്നെ ഞാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ അതേപോലെ ഇതുപോലത്തെയൊക്കെ വലിയ ബോഡി ലോഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്വീസ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ ഈ പറയുന്ന ബോഡി ലോഷൻസ് ഒന്നും കാശ്മീർ ചെന്ന് നിലനിൽക്കത്തില്ല, പറഞ്ഞുതരാം. സോപ്പ് ഞാൻ കൊണ്ടിപ്പോൾ അഥവാ നിങ്ങൾ ഷവർ ജെല്ല്, എനിക്ക് ഷവർ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ഈ ഭയങ്കരമായിട്ട് ചൂട് വരുമ്പോൾ ബോഡി അഗ്നി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ സോപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡിൻ്റെയൊക്കെ സോപ്പും പെരോബാറും കാര്യങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെക്ക വരും എന്ന് നമ്മൾ പറയത്തില്ല. അപ്പോൾ അത് വരുമ്പോഴേ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലുള്ള 10 സോപ്പ് 4 ഞാൻ കൊണ്ടുവരുന്നത് 2 ഉള്ളൂ. 2 വെച്ചിരിക്കുകയാണ്. ഇനിയും ട്രിപ്പുകൾ വരുമല്ലോ. അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞുതരാം. പിന്നെ കൊണ്ടുപോയത് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. ഏറ്റവും ചെറുത് കൊണ്ടുപോകുക. നിങ്ങൾ കാണുമ്പോൾ ചിരിക്കരുത്. ഇതാണ് ഞാൻ കൊണ്ടുപോയ ഐറ്റം. വാസലിൻ്റെ 10
മോയ്സ്ചറൈസർ. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവിടെ ചെറിയ അവർ വാസലും വേണമെന്ന് പറഞ്ഞ് അത് ഇതിന് വേണ്ടി മേടിച്ചാണ് കശ്മീരും. അപ്പോൾ ഞാൻ പറയും ഇതെവിടെ നിന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു രണ്ടെണ്ണം ഇങ്ങനെ 4-5 മേടിച്ചു കൊണ്ടുപോയി. ഒന്ന് ഞാൻ കളഞ്ഞു, ബാക്കിയെല്ലാം ടിന്ന് എൻ്റെ തന്നെ കിടപ്പുണ്ട്. ഇത് ബാക്കി വന്ന കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അത് യൂസ് ചെയ്തു. കുറച്ചുണ്ട് കേട്ടോ, എൻ്റെ പോറ്റ് ഞാൻ വെച്ച് തീർന്നിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എടുത്തേയില്ലേ, കയ്യിൽ തേച്ചേക്കാം. സൂപ്പർ മണമാണ്, സൂപ്പർ മണമാണ്. അത് നമ്മൾ അവിടെ ചെന്ന് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ഇതെന്താ അലാറമൊക്കെ കേൾക്കുന്നു, എപ്പോൾ വെച്ച് അലാറമാണ്. അപ്പോൾ അതിൻ്റെ അപ്പം അത് യൂസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഇതാ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് വാസലിൻ്റെ കൊക്കോ ഫ്ലേവറിൻ്റെ അതുണ്ട്. അതുപോലെ ഇതിൻ്റെ എന്താണ് ഫ്ലേവർ എന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷേ ഇത് ഐറ്റം സൂപ്പറാണ്. കാലിലും കയ്യിലും ഞാൻ ഇതാണ് അപ്ലൈ ചെയ്തത്. കയ്യിൽ നിങ്ങൾ ഇടുക, അപ്പോഴേ ഗ്ലൗസ് പിടിച്ചിടുക. അപ്പോൾ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തിൻ്റെ കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ എന്താണ് ലിപ് ബാം എന്ന് പറയുന്ന കാര്യം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതായത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ക്രീമി ടെക്സ്ചേഴ്സ് ഉള്ളത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല, ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്ത് പൊട്ടി ഒരു കോലമായി പോവും. ഞാൻ കൊണ്ടുപോയതായി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ലോറിയലോ ഏതായിരുന്നത്? അല്ല, ഫേസസ് കാനഡയുടെ ഐറ്റമാണ് കൊണ്ടുപോയത്. ബർഗണ്ടി ലോക്കിയോ അങ്ങനെ എന്തോ പറയുന്നൊരു ഐറ്റം ആയിരുന്നു ഇത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബ്രൗൺ സ്കിന്നുകാർക്ക് നല്ലതാണ്. പിന്നെ കൊണ്ടുപോയത് ഇതൊരു ലോക്കൽ ബ്രാൻഡാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുത്ത് പറയുന്നില്ല എന്താണെന്ന്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഐറ്റവും പിന്നെ നിവ്യയുടെ ഈ ഒരു ലിപ് ബാമാണ് കൊണ്ടുപോയത്. 2 ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നിവ്യ നിങ്ങൾ ഇപ്പം ജെൻസൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആണുങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നിവ്യയുടെ ഇത് യൂസ് ചെയ്യാം, കളർ തരത്തില്ല. പീച്ച് ഷൈനാണ് ഇത്. കളറ് കാര്യങ്ങളെന്താ എവിടെ കളറൊന്നുമില്ല, കണ്ടോ. ഹസ്ബൻഡിന് ഇതായിരുന്നു അപ്ലൈ ചെയ്യാൻ കൊടുത്തത്. പുള്ളി ആദ്യം പോയപ്പോൾ പറഞ്ഞു എനിക്ക് ലിപ് ബാമിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടി ലിപ് ബാം ഇട്ടത് പുള്ളിയായിരുന്നു. വീഡിയോ ആണ് എന്നെ കൊല്ലും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ. പിന്നെ ഞാൻ കൊണ്ടുപോയി മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതാണ് വോറോപ്ലസിൻ്റെ. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഖതം ഹോ ഗയ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അതാണ് ഞാൻ ഇത് എടുത്ത് കാണിച്ചേണ്ട കാര്യമെന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഏറ്റവും കോമ്പാക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോയത്. ഇതുപോലുള്ള വലിയ മോയ്സ്ചറൈസേഴ്സൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു ഭാരമായിരിക്കും. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും എന്തിനും മല്ലയ്യ എന്ന് തോന്നും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഫേസ് ക്ലീൻ ചെയ്യാൻ നോക്കുക, മാക്സിമം ഫേസ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം കൊണ്ടുപോയിരുന്നു, ഗാർണിയറിൻ്റെ മിസലാർ വാട്ടർ. എനിക്കറിയാം ഇതിൻ്റെ അകത്തെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്. നമ്മുടെ ഓയിൽ ആൻഡ് വാട്ടറാണ്. അപ്പോൾ കഴിയുമ്പോഴത്തേക്കും അടിഞ്ഞ് ഓയിൽ മുകളിൽ മാത്രം. അപ്പോൾ ഇതാകുമ്പോഴും അവിടെ ചെന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇമ്പ്യൂരിറ്റീസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ അവർ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയുള്ളത്. പിന്നെ കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മോയ്സ്ചറൈസേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ കൺസീലർ അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് കൊണ്ടുപോകാൻ നോക്കരുത്. അതൊക്കെ എക്സ്ട്രാ ചിലവാണ്. നമുക്ക് അവിടെ എക്സ്ട്രാ ലഗേജാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്തൊന്നും വരത്തില്ല. സോ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അത്യാവശ്യമുള്ള പിൽസുകൾ ഇതുപോലെ സിപ്പ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ആംഗിൾ ചില സമയത്ത് ട്വിസ്റ്റ് ആവാറുണ്ട്. ലെഫ്റ്റ് ലെഗ് ഇടത് കാല് ഇടയ്ക്ക് വെച്ച് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് വരുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയെടുക്കുകയെന്ന് ഇതൊന്നും നിങ്ങളൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിന് പോകുമ്പോഴത്തേക്ക് നമുക്കവിടെ അങ്ങനെ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അവയവത്തിൻ്റെ കാര്യങ്ങൾ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനങ്ങ് സായിപ്പത്തി ദൊറോത്തി മതമേവൻ ശ്രമിക്കുന്നതല്ല അങ്ങനെ ആയി പോകുന്നത്. റിയലി സോറി. അപ്പോൾ എൻ്റെ ഇടത് കാല് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയുണ്ടായി 2 വർഷത്തിന് മുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഒടിഞ്ഞു. അപ്പോൾ പച്ചവെള്ളത്തിൽ പറഞ്ഞ് ഒടിഞ്ഞു. ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എല്ലാ നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞിങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് അതിനുശേഷം എപ്പോഴും കയ്യിലൊരു ബാൻഡേജിൻ്റെ റോൾ വെച്ചിട്ട്, കാരണം എപ്പോഴെങ്കിലും കാലിന് എന്തെങ്കിലും ഒരു തടിപ്പോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പോഴെടുത്ത് ചുറ്റാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ പിൽസുകളും ഡയേറിയ, വയറിളക്കം, അതുപോലെ ഗ്യാസ് ട്രബിൾസ് കാര്യങ്ങളെല്ലാം വരുന്നതിന് പനി, പാരസെറ്റമോൾ മസ്റ്റാണ് മക്കളെ, മസ്റ്റാണ്. തലവേദനയുടെ ഗുളിക, തൊണ്ടവേദനയുടെ ഗുളിക ഇതൊക്കെ കൊണ്ടുപോകണം. പക്ഷേ ഇതൊക്കെ മേടിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ പോയി നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, കാര്യങ്ങൾ ചോദിക്കുക. ഡോക്ടർ എങ്ങനെയാണ് ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ന് പറയാം. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ പുള്ളിക്കാരനെ പോയി കണ്ടു. ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇതേപോലെയൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ അങ്ങനെയുള്ള പിൽസ് കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പുള്ളിയെ സ്ഥിരമായിട്ട് കാണുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിന് പറഞ്ഞ ഗുളികൾ മേടിച്ചുകൊണ്ട് തലവേദനയുടെ ഗുളിക മേടിച്ചു, തൊണ്ടവേദനയുടെ ഗുളിക മേടിച്ചു. അപ്പം അതിൻ്റെ ഹസ്ബൻഡ് ഇതിനെ ട്രാവൽ ചെയ്ത് തലവേദനയുണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ്റെ അത് മേടിച്ചു. തൊണ്ടവേദന അവിടെ ചെന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഞാൻ ഗുൽമർഗ് ചെന്നപ്പോഴേ നമുക്ക് ഗൊണ്ടോള റൈഡുണ്ട്. ഗൊണ്ടോള റൈഡ് കയറി ഫേസ് 2 അതായത് ഫേസ് 1 ഉണ്ട്, ഒരുപാട് അടി ഉയരത്തിൽ നമ്മൾ കയറുന്നുണ്ട്. അതും കഴിഞ്ഞ് ഓൾട്ടിറ്റ്യൂഡ് കൂടി ഫേസ് 2 പോകുമ്പോൾ പോയ വഴിക്ക് ഛർദ്ദിച്ചു. ഗൊണ്ടോള റൈഡ് ഇരുന്ന് തന്നെ ഛർദ്ദിച്ചു. ഭാഗ്യത്തിന് കയ്യിൽ കവറുള്ളതുകൊണ്ട് ആർക്കും ഒന്നും വന്നില്ല എന്ന് വേണം പറയാൻ. ഞാൻ രാവിലെ അത് പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കശ്മീർ പോലുള്ള ക്ലൈമറ്റിക് റീജിയനിൽ ചെന്ന് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് വിൻ്റർ ക്ലൈമറ്റിക് റീജിയനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം ദഹിക്കത്തില്ല. നമ്മുടെ ആഹാരങ്ങൾ നമ്മുടെ വയറ്റിനെ ദഹിപ്പിക്കാനുള്ള ചൂട് വേണം. നമ്മുടെ ശരീരത്തിന് ചൂടുള്ളത് കൊണ്ടാണ് ദഹനം കാര്യങ്ങൾ കറക്റ്റായിട്ട് വയറ്റിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, വിൻ്റർ സീസണിൽ ചെല്ലുമ്പോൾ നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങളും കാര്യങ്ങളും മേടിച്ച് കഴിച്ചാലും, എന്ത് ടൈപ്പിലുള്ള ആഹാരങ്ങൾ കഴിച്ചാലും മിക്കുള്ളത് ദഹിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഹരീസ്, വസ്വാൻ പോലുള്ള നല്ല നല്ല ആഹാരങ്ങൾ കാണും. അത് മേടിച്ച് നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരങ്ങൾ മേടിച്ച് കഴിക്കാൻ നോക്കുക. അവിടുത്തെ ക്ലൈമറ്റിക് റീജിയനിൽ നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ആലു പറാത്ത മേടിച്ച് കഴിച്ചു. അത് ഞാൻ വെപ്രാളത്തിലാണ് കഴിച്ചത്. അതുകൊണ്ട് നല്ലോണം ചവച്ചരയ്ക്കാൻ പറ്റിയില്ല. വയറ്റിൽ അതുപോലെ ചെന്ന് ദഹിച്ചില്ല, അതുപോലെ ഒമിറ്റ് ചെയ്തു. കാരണം നമ്മൾ കഴിക്കുന്ന എങ്ങനെയോ അങ്ങനെ തന്നെ നമ്മുടെ വായിൽ നിന്നത് വെളിയിൽ വരും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവക്കെന്ത് പ്രാന്തായി എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് ഞാനൊരു സത്യാവസ്ഥയാണ് പറയും. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്, എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം, മോഷൻ സിക്നസ് ഉള്ളവർക്ക് സൂക്ഷിക്കണം. ഗൊണ്ടോള റൈഡിൽ കയറുമ്പോൾ അത് ഇങ്ങനെ ഒരു സ്വിങ്ങിങ്ങാണ്, ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇപ്പം ഛർദ്ദിക്കും. അത് മാത്രമല്ല കാര്യം. കാരണം ഞാൻ അവിടെ ചെന്നപ്പോഴും ഒരുപാട് പേര് ഒമിറ്റ് ചെയ്തതായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തു. ഫേസ് 2 അവർ പറയുന്നുണ്ടായിരുന്നു. ഗാർഡുകളും തോക്കേന്ത്യ മാമന്മാരെ കൊണ്ട് CRPFകാരൊക്കെ അവിടെ കാണും. വേലത്തരമൊന്നും കാണിക്കരുത്, നെഞ്ചിൽ തുള്ള വീഴും. സോ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇതേപോലെ ഒരുപാട് പേര് ഒമിറ്റ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കാലാവസ്ഥയുടെ ഇതാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ സ്വിമ്മിങ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഛർദ്ദിക്കും. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്നത്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നല്ല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ അവിടെ ചില നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, വിൻ്റർ കണ്ടീഷനിൽ കുറച്ച് മഞ്ഞൊക്കെ കിടക്കില്ല, ഇവിടെ എന്ത് യൂറിനറി ഇൻഫെക്ഷൻ വരും. അതിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതായത് മലയാളി കുട്ടികളുണ്ടായിരുന്നു. നമ്മളൊരു ട്രാവൽ പാക്കേജിലാണ് പോയത്. അപ്പോൾ നമ്മളുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്തിരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അമ്മമാരുടെയൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പലവർക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയി എന്നിങ്ങനെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷിക്കുക പരമാവധി. ഇതെന്താ എൻ്റെ മുഖത്തൊരു അത് അങ്ങ് വെട്ടമടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഷെയ്ഡാണ് നിങ്ങൾ കാണുന്നത്. ഇതെന്താ ജയിലഴിക്കുള്ളിലായത്, കുറച്ച് ക്ഷമിക്കണം കേട്ടോ അതിൻ്റെ സോറി. അപ്പോൾ നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കാൻ നോക്കുക. മാക്സിമം വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു പകുതി അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ലൈക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ കസേര. ഓക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. മാക്സിമം വെള്ളം കുടിക്കുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവള് പറഞ്ഞ പോലെയൊന്നുമല്ല, അതുപോലെ ആയിരിക്കത്തില്ല. സോ ഞാൻ പോയിട്ട് വന്നതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വെള്ളം കുടിക്കണം. അവിടെയുള്ള ഫുഡുകൾ തന്നെ മാക്സിമം മേടിച്ച് കഴിക്കാൻ നോക്കുക. വെളിയിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസ് പോലുള്ള ആഹാരങ്ങൾ അവിടെ ഉണ്ട്, അത് കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ചായ കുടിക്കുക. അതുപോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ആസ്മ രോഗികൾ ഫേസ് 2 പോകരുത്. മസ്റ്റാണ് ഫേസ് 2 പോകരുത് ആസ്മ രോഗികൾ. നിങ്ങൾക്ക് ശ്വാസം കിട്ടത്തില്ല. എൻ്റെ കൂടെ വന്ന ബ്രദറിൻ്റെ വൈഫിന് ശ്വാസം മുട്ട് വന്നു. അവൾക്ക് ശ്വാസം മുട്ടില്ലായിരുന്നിട്ട് പോലും അവൾക്ക് ശ്വാസം മുട്ട് വന്നു. അവൾ ഓക്കെയാണ്, ഹെൽത്തിയാണ്. പക്ഷേ എന്നിട്ട് പോലും ഫേസ് 2 എത്തിയിട്ട് ബ്രീത്തിങ് ട്രബിളൊക്കെ കാര്യം വന്നു. പിന്നെ അവിടുത്തെ ഒരു ഗാർഡ് ഓടിക്കൊണ്ട് വന്നൊരു കർപ്പൂരം എടുത്ത് കൈ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇൻഹേൽ ചെയ്തു. ട്രാക്കിൻ്റെ നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന നമ്മുടെ അതായത് വായു കൊണ്ടുപോകുന്ന കുഴലുണ്ട്. അപ്പോൾ കുഴൽ എന്ത് ചെയ്യും, സങ്കോചിച്ച് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിരിക്കും. ഇപ്പോൾ കർപ്പൂരം മണപ്പിക്കുമ്പോൾ അത് റിലാക്സ് ഓക്കെ ആവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് മണപ്പിച്ച്, പക്ഷേ നമ്മൾ അവിടെ ചിലപ്പോൾ ആസ്മ രോഗി കർപ്പൂരമൊക്കെ എടുത്ത് മണപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നേരെ നമ്മളൊരു കുഴി വെട്ടി മൂടേണ്ടി വരും. സോ നിങ്ങൾ ഫേസ് 1 ആസ്മ അതുപോലെ അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഹേലേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. അതൊന്നും വീട്ടിലിട്ടൊരു പൊക്കളയരുത്, കയ്യിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഇതുപോലെ പാക്കേജിൽ വന്നൊരു കുട്ടി തന്നെ അവനോട് ചോദിച്ചവൻ പറഞ്ഞു കണ്ടോള ഫേസ് 2 കണ്ടോള റൈഡ് അവൻ ബുക്ക് ചെയ്തിട്ടില്ല, ഫേസ് 1 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു കൂട്ടുകാർ അതുകൊണ്ട് പോയില്ല ഫേസ് 2. സോ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് അതിയായ ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ അവൻ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പെഹൽഗമിൽ വെച്ചാണ് അവനെ കാണുന്നത്. ആ സമയത്ത് തന്നെ അവൻ്റെ കയ്യിൽ ഇൻഹേലർ ഉണ്ട്, എടുത്ത് കാണിച്ചു. സോ നിങ്ങൾ സൂക്ഷിക്കുക.
പക്ഷേ പോകണം കേട്ടോ, പോകണം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോകണം, എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഫേസ് 2 പോകുന്നത് നിങ്ങളുടെ റിസ്ക്കിലായിരിക്കണം. കാരണം ഞാൻ മുൻകൂട്ടി പറയുകയാണ്, ബ്രീത്തിങ് ട്രബിൾസ് വരും, നമുക്ക് ശ്വാസം കിട്ടത്തില്ല, ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ്, അത്രയ്ക്ക് ഓൾട്ടിറ്റ്യൂഡിലാണ് ഫേസ് 2 സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യത്തിന് അതുപോലെ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ അതായത് ഇതുപോലുള്ള ഡെറ്റോളിൻ്റെയൊക്കെ സാനിറ്റൈസറൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുക. എപ്പോഴും ഉപയോഗിക്കണം അങ്ങനെയെന്ന് പറയില്ല. നിങ്ങളിപ്പം ഡൽഹിയിലൊക്കെ ചെന്നിട്ട് പോകുന്നവരാണെങ്കിൽ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കയ്യിൽ വെച്ചിരിക്കുക. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ കയ്യിൽ വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള കോട്ടൺ പാഡ്സൊക്കെ ഉണ്ട് കയ്യിൽ വെച്ചിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഫേസൊക്കെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു മുറിവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് ഒന്ന് എടുത്തിട്ട് അതുപോലെ റൗണ്ട് ഷേപ്പിലായിരിക്കുന്നത് ഡബിൾ ഫേസിലാണ്. അപ്പോൾ നിങ്ങൾ ഈ സംഭവം എടുക്കുക. അപ്പോൾ കൈയാണ് മുറിഞ്ഞെന്ന് കയ്യിൽ ഇങ്ങനെ കവർ ചെയ്യുക, ഒരു ബാൻഡേജ് ഒട്ടിക്കുക. ബാൻഡേജൊക്കെ കയ്യിൽ വെച്ചിരിക്കണം കേട്ടോ, അത്യാവശ്യം ബാൻഡേജ്, ബെറ്റാഡിൻ ഒക്കെ കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ കുറച്ച് ബെറ്റാഡിൻ തേക്കുക. അപ്പോഴേ നിങ്ങളെടുത്ത് കൈ കവർ ചെയ്തിട്ട് ബാൻഡേജ് ഒട്ടിച്ച് വെച്ചിരുന്നാൽ അത് കൈയൊക്കെ ഭദ്രമായിരിക്കും. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം വെറുതെ അല്ല പറയുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റത്തില്ല. രാവിലെയും വൈകിട്ട് കുളിക്കുന്ന ചിലവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനൊക്കെ അങ്ങ് ചെന്നിട്ട് പുതപ്പിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോൾ കുളിക്കും. ഞാൻ പറയും ഇവിടെ പോകണം, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞ ഹീറ്റർ വെക്കാം. കുളിക്കാൻ കയറി. ഹീറ്ററിൻ്റെ പ്രവർത്തനം പോലും ശരിയായിട്ട് നടക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഹീറ്റർ നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്, പക്ഷേ അതുപോലും തണുത്തുറഞ്ഞാണ് വരുന്നത്. സോ നിങ്ങൾ കുളിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ബോഡി മാത്രം, അതായത് പുറം കഴുകുക എന്നുള്ളത്, പുറം മാത്രം കഴുകാൻ നോക്കുക. തലേന്നും വലുതായിട്ട് കുളിക്കരുത്. മുടി പൊഴിച്ചൽ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അതുപോലെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക നോക്കുക. നമ്മൾ വിചാരിക്കത്തില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിന് നല്ല ദുർഗന്ധം കാണും. കാരണം നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല, വിയർക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി, അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പ്. ഇപ്പം ചെരുപ്പ് നിങ്ങൾ ഷൂ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഷൂ, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു പുതിയ ഷൂ എടുത്ത് ഇതിൽ കയറ്റിയത്. നിങ്ങൾക്കറിയാം, ഷൂ ബാഗാണ്. ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഷൂ അതിനകത്ത് വയ്ക്കുക, ഇതുപോലെ ഇറുക്കുക. കാര്യം കഴിഞ്ഞു, വൃത്തിയായിട്ടിരിക്കും. ഇത് ഒരു വാട്ടർ, പക്ഷേ നമ്മുടെ വാട്ടർ എന്നൊക്കെ പറയുന്നത് ഇത് പേപ്പർ, ഇത് കവർ ഏരിയയാണ്, കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ച ചെരുപ്പൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ചെളിയായി. ഇപ്പോൾ കുതിര ചാണകമൊക്കെ പെഹൽഗമി പോവുകയാണെങ്കിൽ പോണി റൈഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുതിര ചാണകവും കാര്യങ്ങളൊക്കെ പറ്റും. സോ നിങ്ങൾക്ക് കൊണ്ടുവരും. നമ്മളന്ന് കൊണ്ടുവന്നിട്ട് താഴെ വന്നപ്പോൾ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ വൃത്തിയാക്കി കൊണ്ടുവന്ന് പുള്ളിക്കാരൻ ഒരു ജോലിയിലേക്ക്, അപ്പോൾ നമ്മളതിന് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ അവിടെയുള്ള കടക്കാരൻ തന്നെ പറഞ്ഞു, പുള്ളിക്കാരൻ ഒരു അപ്പൂപ്പനായിരുന്നു, പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു അത് കൊടുത്തോ വൃത്തിയാക്കാൻ, അതിനാണ് പുള്ളി അവിടെ ഇരിക്കുന്നതെന്ന് അങ്ങനെ കൊടുത്തു. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. അതൊരു എന്താ പറയുക, സോഷ്യൽ സർവീസ് അങ്ങനെയൊന്നുമല്ല. ആ പ്രായത്തിൽ അവർ അധ്വാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആ പ്രായം വരെയൊക്കെ ഉണ്ടോ എന്ന് തന്നെ ഭയങ്കര ഒരു സംശയമാണ്. കാരണം കോവിഡ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാടൊക്കെ വന്നു പോകേണ്ട, എല്ലാവർക്കും ഒരു ട്രബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. സോ അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അത്യാവശ്യം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ത് സജഷൻസ് ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ അതുപോലെ തന്നെ അമീന മെഹർ അല്ലെങ്കിൽ സോളോ സിംഗർ എന്ന പേരിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അവിടുത്തെ കുറച്ച് കാര്യങ്ങളോടുണ്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കൊണ്ടുപോകുന്ന പ്രീപെയ്ഡ് സിം കാശ്മീർ കിട്ടത്തില്ല, അലൗഡ് അല്ല. നമ്മൾ കയറി ചെല്ലുമ്പോഴേ, ശ്രീനഗർ കയറി നമ്മുടെ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിലോട്ട് കയറുമ്പോഴേ നമ്മുടെ റേഞ്ച് കട്ടാവും. പ്രീപെയ്ഡ് സിം അവിടെ അലൗഡ് അല്ല. ഒരുപാട് അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് CRPF കാരാണ്. രാപ്പകലില്ലാതെ എത്രയോ വെയിറ്റുള്ള തോക്കും തൂക്കി അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വഴിയോരങ്ങളിലെല്ലാം CRPF കാരുടെ വണ്ടി, അവരുടെ ക്യാനൽസ് എല്ലാം കാണാൻ പറ്റും നമുക്ക്. ഭയങ്കര, നമുക്ക് ചിലപ്പോൾ അവർ പോകുന്നതാണ് നമുക്കിങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ അവരവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു ഇവിടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടുത്തെ കുട്ടികളൊക്കെ അവരുടെ ഫ്രണ്ടിൽ കൂടെയാണ് സ്കൂളിൽ പോകുന്നത് വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്ത് സ്വർഗ്ഗതുല്യമായ ജീവിതമാണ് ജീവിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. അവിടെ ചില കാര്യങ്ങൾ, പുൽവാമ വഴി നമ്മൾ പോയിരുന്നു. ഒരുപാട് വിഷമം ജനിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സിം അവിടെ ചെന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വിളിക്കേണ്ടേ എന്നൊക്കെയാണ് സംശയം എന്നുണ്ടെങ്കിൽ അവിടെ ശ്രീനഗറിൽ
മക്ക മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട്. മക്ക മാർക്കറ്റ്, അത് ഒരു ഷെഡ്, ഭയങ്കര നീളത്തിന് വലിയ മാർക്കറ്റാണ്. നമുക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം മേടിക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ കാണും, ഞാൻ അത് പറഞ്ഞു തരാം. അപ്പം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു കുടയും വടിയൊക്കെ ഏന്തി 2 പേര് ഇരിപ്പുണ്ട്. ഇപ്പോൾ എയർടെലിൻ്റെ സിമ്മോ ജിയോയുടെ സിമ്മോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ടൂറിസ്റ്റ് സിം എടുക്കാൻ പറ്റും. അതൊരു 5 മിനിറ്റുള്ള അപ്പം തന്നെ ആക്റ്റീവ് ആവും. എനിക്ക് തോന്നുന്നൊരു 200 രൂപ 300 രൂപ അടുപ്പിച്ചാലാണ് അപ്പം തന്നെ നമുക്ക് സിം ആക്റ്റീവ് ആവും. പിന്നെ നമുക്ക് ഫുൾ റേഞ്ചാണ്, നമുക്ക് ആരെ വിളിക്കാൻ, ഗുൽമർഗിൽ പഹൽഗമിൽ എവിടെ പോയിന്നാലും ആളെ വിളിക്കാനും എടുക്കാനും എല്ലാം പറ്റും. പോസ്റ്റ് പെയ്ഡ് സിമ്മാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഹസ്ബൻഡിൻ്റെ സിം പ്രീപെയ്ഡ് ആയിരുന്നു, അതിനെ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ടാണ് നമ്മളിവിടെ പോയത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രദർ നാട്ടിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ സിമ്മ് നമ്മൾ ഇതേപോലെ ടൂറിസ്റ്റ് സിമ്മാക്കി മാറ്റി. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ അത് ഉപേക്ഷിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ആ ഒരു അറിവും കൂടെ മനസ്സിൽ വെച്ചിരിക്കുക. പിന്നെ അതുപോലെ ലിക്വിഡ് മണി കയ്യിൽ നിങ്ങൾ പോകുമ്പോൾ ATM നിന്ന് എവിടെന്നെങ്കിലും പൈസ, ശ്രീനഗറിൽ നിന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഫോൺ പേ ഇല്ല, അവിടെ ഫോൺ പേ അലോഡ് അല്ല, ഒരു അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അവിടെ റേഞ്ച് കിട്ടത്തില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ നിന്നും പൈസ കൊടുക്കുക. ലിക്വിഡ് മണി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, അവരവരുടെ റിസ്കിൽ സൂക്ഷിച്ചൊരു സ്ഥലത്ത് വെച്ചിരിക്കുക. പക്ഷേ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഒരു സെക്യൂരിറ്റി കുറവുള്ളതായിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരുപാട് പേര്, അതായത് ഞാൻ ഈ ട്രെയിനിൽ പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്നേ പോകുമ്പോൾ പൈസ എടുത്തിട്ടായിരിക്കും, ട്രെയിനിലൊക്കെ പോകുമ്പോൾ പൈസയും കാര്യങ്ങളും നിങ്ങളുടെ ജംഗമ വസ്തുക്കളെല്ലാം നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. കയ്യിൽ നിന്നും ഒന്നും പോവരുത്, ഒന്നും മിസ്സാവരുത്, സൂക്ഷിച്ചോളുക. നിങ്ങളുടെ ഐറ്റമാണ്, സൂക്ഷിച്ചോളുക. ലിക്വിഡ് മണി കൊടുത്ത് തന്നെ മാക്സിമം കാര്യങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ബാർഗെയിനിങ്, നമ്മൾ സ്ലഡ്ജിങ്, സ്കീയിങ്, പിന്നെ ATV റൈഡ്, സ്നോ ബൈക്ക് റൈഡ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഗുൽമർഗ്, പെഹൽഗമിലില്ല, ഗുൽമർഗിൽ, അതുപോലെ സോൻമർഗിലൊക്കെ, ദൂത്പത്രി ഏരിയയിലൊക്കെ ചെന്നാൽ നമുക്ക് ചെയ്യാനുണ്ട്. ബാർഗെയിൻ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അവർ ബാർഗെയിൻ ചെയ്യുക, അവർ ആദ്യം എടുത്ത ഉടനെ പെർ ഹെഡ് 4000 എന്ന് പറയും. അതിൽ നമുക്ക് ഒരു അതിശയം അവരെ പറയാനില്ല. കാരണം അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ് കശ്മീർ എന്ന് പറയുന്നത്. അവിടെ വലിയ IT കമ്പനീസ്, വലിയ ഇൻഡസ്ട്രി ഒന്നും അവിടെ ഒന്നുമില്ല. അപ്പോൾ അവർ ജീവിക്കുന്ന ഇത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് കൂടി ഉതകുന്ന രീതിയിൽ അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് ഒരു എമൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 4000 പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 1000 നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപയ്ക്ക് അടിച്ച് കയറാൻ പറ്റത്തുള്ളൂ. സോ സൂക്ഷിക്കുക. അതുപോലെ സ്കാമും കാര്യങ്ങളൊക്കെ കാണും. ഡ്രൈ ഫ്രൂട്ട്സ്, നല്ല ഡ്രൈ ഫ്രൂട്ട്സ്, വാൽനട്ട് കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുംബൈയിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വാൽനട്ട് കാര്യങ്ങൾ ഒരിക്കൽ മേടിക്കേണ്ടേ. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല റേറ്റ് ആയിരുന്നു കിലോയ്ക്ക്. നല്ലൊരു എമൗണ്ടാണ് മേടിച്ചിരുന്നു ഇവിടെ നിന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഫ്രഷ് സാധനം, മക്കളെ ഫ്രഷ് സാധനം, അടിപൊളി സാധനം, നല്ല കുറഞ്ഞ വിലയ്ക്ക് നല്ല എമൗണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയാണ് മേടിച്ചത്. അത് കുറച്ച് മേടിച്ചുകൊണ്ട് വരികയും ചെയ്ത് കറക്റ്റ് എമൗണ്ട് തന്നെയാണ്. അത് കറക്റ്റ് എമൗണ്ട് അല്ല, ഐ മീൻ അന്ന് അപ്പോൾ കഴിച്ച സാമ്പിളില്ല, ആ സാമ്പിളിൻ്റെ അതേ ക്വാളിറ്റി ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് തന്നു വിട്ടത്. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന സാമ്പിൾ നല്ലതായിരിക്കും, പിന്നെ കിട്ടുന്ന കൊള്ളൂലായിരിക്കും, അങ്ങനെയല്ല. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ഐറ്റമായിരുന്നു. മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ കുങ്കുമപ്പൂ മേടിക്കുമ്പോൾ സൂക്ഷിക്കണം, അതായത് സാഫ്രോൺ മേടിക്കുമ്പോൾ സൂക്ഷിക്കണം, സ്കാമ് പറ്റാം. കാരണം അവർ കാണിക്കുന്ന എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. സാഫ്രോൺ ഞാൻ മേടിച്ചില്ല. സാഫ്രോണിൻ്റെ സ്കാമുകൾ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കുറച്ച് ലൈവായിട്ട് തന്നെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് സാഫ്രോൺ മേടിക്കുന്നത് അതീവ ഇതായിട്ട് സൂക്ഷിച്ച് ജാഗ്രതയോടെ മേടിക്കുക, അതീവ സൂക്ഷ്മതയോടെ മേടിക്കുക, അല്ലെങ്കിൽ പറ്റിക്കപ്പെടും. പിന്നെ ഇതൊക്കെയാണ് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് ധാരണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂറുള്ള വീഡിയോയിൽ കാണും. എന്തായാലും നിങ്ങൾ കാണുക. നിങ്ങൾ 2x സ്പീഡിയിട്ട് കാണുന്നെങ്കിൽ അങ്ങനെ കാണുക, 1x നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കൂടുതൽ. അപ്പോൾ ഓക്കെ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണ് എന്നോട് ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരും. പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം, കമൻറ്റ് ചെയ്ത് അറിയിക്കുക മാക്സിമം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അവിടെ വന്ന് ചോദിക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ കുട്ടന്മാരെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ എളിയന്മാരെ.